ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങളൊക്കെ ഓണം നന്നായിട്ട് ആഘോഷിച്ചില്ലേ? എത്ര തരം പായസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സദ്യക്ക്? ഇവിടെ ഞങ്ങൾക്ക് ജപ്പാനിൽ ഓണം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇനിയുണ്ട് ഒരുപാട് ഓണാഘോഷ പരിപാടികൾ. ഇത് അതിൻ്റെ ആദ്യത്തെ സെക്ഷൻ മാത്രമാണ്. ഞങ്ങളെല്ലാവരുടെ ഓണത്തിൻ്റെ തലേന്ന് ഒരു ഓണം ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോക്കിയോയുടെ തൊട്ടടുത്തുള്ള ചിബയിലെ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. ഇന്നാണ് ഞങ്ങളുടെ ഏരിയയിലുള്ള മലയാളികളെല്ലാം കൂടി ഓണസദ്യയും ഓണപരിപാടികളൊക്കെ നടത്തുന്നത്. പക്ഷെ ഞങ്ങളിന്ന് അതിന് പോകുന്നില്ല. കാരണം എനിക്കിന്ന് വൈകിട്ട് ഡ്രാമ പ്രാക്ടീസും ഹസ്ബൻഡിന് വേറൊരു സിംഗിങ് പ്രാക്ടീസും ഒക്കെ ഉണ്ട്. സോ നമ്മൾ വൈകിട്ട് ഫുൾ ബിസി ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഏരിയയിലെ ഓണപരിപാടികളിൽ നമ്മൾ പോകുന്നില്ല. പോകുന്ന വഴിയിലെ കാഴ്ചയാണ് കേട്ടോ ഇത്. തലകുത്തി കടന്ന് പോകുന്ന ഒരു ട്രെയിൻ കണ്ടില്ലേ? തലതിരിഞ്ഞ മനുഷ്യൻ എന്നൊക്കെ കേട്ടിട്ടുള്ള പോലെയാണ് തലതിരിഞ്ഞ് കിടക്കുന്ന ട്രെയിൻ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ആദ്യം കണ്ട പാർക്കിൽ വണ്ടി നിർത്തിയിട്ട് ഇവിടെ വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ തന്നെ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് തീരുമാനിച്ചു. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ എത്രത്തോളം നടക്കും എന്നറിയില്ല. എന്തായാലും ഇത്ര മെനക്കെട്ട് ഡ്രസ്സൊക്കെ ചെയ്തല്ലേ, ഇന്നാ പിന്നെ ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. ഒന്നെങ്കിലും ഞങ്ങൾ തെറ്റിക്കും, ഇല്ലെങ്കിൽ ഹൻസിലോ ആമിയുടെ ഇടയിൽ വന്ന് ചാടും. പൂക്കളിടാൻ വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾ ചെറിയൊരു പൂക്കളമൊക്കെ ഇട്ട് അതിൻ്റെ മുന്നിലിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ഓണത്തിന് പൂക്കളത്തിൻ്റെ കൂടെയുള്ള നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഇടണം. ഓണത്തിൻ്റെ തലേന്ന്, അതായത് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അന്ന് നൈറ്റാണ് ഞങ്ങൾ സദ്യ ഒരുക്കിയത്. 15-ാം തീയതി ഓണത്തിന് നമുക്ക് ഹാപ്പി സയൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഹസ്ബൻഡിനൊരു പാട്ട് പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓണം അവിടെ ആയിരിക്കും ആഘോഷിക്കുന്നത്. ഞങ്ങൾ 2 കൂട്ടരുടെ ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ സദ്യയൊക്കെ ഒരുക്കിയത്. ഒരു 2-3 വർഷമായിട്ട് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറുകളിൽ ഓണമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ വാഴയിലയും ഓണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും എല്ലാം വരാറുണ്ട്. പച്ചക്കറികളൊക്കെ വന്നാൽ ഉടനെ ഇന്ത്യൻ സ്റ്റോറുകാർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും ഇന്ന പച്ചക്കറികൾ വന്നിട്ടുണ്ടെന്ന്. നമ്മൾ അപ്പോഴേ പോയിട്ട് ഇതൊക്കെ മേടിക്കും കേട്ടോ. അല്ലെങ്കിൽ മലയാളികൾ എല്ലാവരും കൂടെ പോയിട്ട് ഈ സാധനങ്ങളൊന്നും നമുക്ക് പിന്നെ കിട്ടില്ല. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഹാപ്പി സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. എൻ്റെ ഹസ്ബൻഡ് രാവിലെ തന്നെ ഇന്ന് സ്റ്റേജ് റിഹേഴ്സലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ കണ്ടില്ലേ ഒരു ജാപ്പനീസ് ലേഡി സാരിയൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. ഇവരിൽ പലർക്കും ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ക്ലോത്ത്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റിസപ്ഷനിൽ തന്നെ നമ്മളെയൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ഏരിയയിലാണ് ഇവിടുത്തെ കുട്ടികൾക്കുള്ള കുറേ ക്രാഫ്റ്റ്സ് ഐറ്റംസും പല പല ആക്ടിവിറ്റീസും. പിന്നെ ഈ സൈഡിൽ നമുക്ക് കാണുന്നത് ഇവിടുത്തെ ഒരു ഇന്ത്യൻ സ്റ്റോറാണ്, കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഫേമസ് ഇന്ത്യൻ സ്റ്റോറാണ് ജപ്പാനിലെ. ഇവർ നാട്ടിൽ നിന്ന് ഓണസദ്യ ഈ പ്രാവശ്യം ഓണസദ്യയുടെ കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അറൗണ്ട് 9,000 yen ആയിരുന്നു, അതായത് അറൗണ്ട് 10 എന്ന് പറയാം. അതായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണസദ്യയുടെ കിറ്റിൻ്റെ എമൗണ്ട്. അതായത് നാട്ടിലൊരു 5,000 രൂപയ്ക്ക് ഇവിടെ ഓണസദ്യക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും കിട്ടുമായിരുന്നു, ഇൻക്ലൂഡിങ് അരി, വാഴയില, അങ്ങനെ. നിങ്ങൾ ഇവിടെയും കൊണ്ട് വിൽക്കാൻ വന്നല്ലേ? എന്തൊക്കെയുള്ളേ? ഓ, ഇത് നമുക്ക് മേടിക്കാനല്ല? ആ, ഓക്കെ. ഏത്തക്ക ഉണ്ടോ? ഓ, അവിടെ വെച്ചിട്ടുണ്ടോ? ഓ, സോറി. ചെറുപഴം, ഏത്തക്ക. അയ്യോ, ആ. ഈ ഏത്തക്കയും ചെറുപഴമൊക്കെ ഇവിടെ വല്ല കാലത്തും വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓണമൊക്കെ ആകുമ്പോഴാണ് ചെറുപഴമൊക്കെ കാണുന്നത്. $1,700 ആണ് കേട്ടോ 1 കിലോ ഏത്തക്കയ്ക്കും ചെറുപഴത്തിനും. അതായത് നാട്ടിലെ ഒരു 880 രൂപയാണ് 1 കിലോയ്ക്ക്. ഇവിടെ വല്ലപ്പോഴും കിട്ടുന്ന സാധനമുണ്ട്, നമ്മളത് മേടിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ച് എല്ലാവർക്കും ഓരോ കിലോ വീതം മേടിച്ചുകൊണ്ട് പോയി. ടോട്ടൽ നമ്മളൊരു 7-8 കിലോ ഇവിടുന്ന് പഴവും ചെറുപഴവും ഒക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുറേ നേരം നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഇവർ കുട്ടികളൊക്കെ ചെയ്യുന്ന ക്രാഫ്റ്റ്സ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ 2 ഡ്യുവറ്റും ഒരു സോളോ സിംഗിങ്ങും ഉണ്ട് ഇന്ന്. സച്ചുവിൻ്റെ 2 പാഷനാണ്, ഫോട്ടോഗ്രാഫിയും സിംഗിങ്ങും. അതുകൊണ്ട് ഇങ്ങനത്തെ വേദികളൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല. നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവരുടെ പാട്ടും ഡാൻസും ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്താലോ? വായോ. इन प्यारी बातों में अनजाना
സച്ചു സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടിട്ട് ഹൻസിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവനും സ്റ്റേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇരുന്ന് നിലവിളിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കും മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. സച്ചുവിൻ്റെ 3 സോങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. 2 ഡ്യുവറ്റും 1 സോളോയും. എങ്ങനെയുണ്ട് സച്ചുവിൻ്റെ പാട്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതെല്ലാം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് പ്രോഗ്രാംസ് മാത്രം വീഡിയോ എടുത്തു. ഇങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണത്തിൻ്റെ ദിവസം പോയത്. പക്ഷെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല. ജപ്പാനിലെ നമ്മുടെ മലയാളി അസോസിയേഷൻസ് മെയിൻ ഓണാഘോഷ പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഔട്ട്ഡോർ ഓണവും ഇൻഡോർ ഓണവും സദ്യയും പൂക്കളും അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങളും കൂടെ ഉണ്ടാവില്ലേ? കൂടെ ഉണ്ടാവണേ. അപ്പോൾ ഇതുപോലെയുള്ള ജപ്പാൻ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.